ഇതിന് പുറമെയാണ് FD നിക്ഷേപകർ നേരിടുന്ന ഏറ്റവും വലിയ വില്ലനായിട്ടുള്ള നികുതിയും 2026 പുതിയ കർശനമായിട്ടുള്ള നിയമങ്ങളും. ഇത് കൃത്യമായി മനസ്സിലാക്കാത്ത പക്ഷം ആദായ നികുതി വകുപ്പിൽ നിന്ന് നിങ്ങൾക്ക് വലിയ തുകയുടെ ടാക്സ് നോട്ടീസുകളും പിഴകളുമൊക്കെ തന്നെ വരാനുള്ള സാധ്യത ഏറെയാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനം പൂർണ്ണമായിട്ടും ടാക്സബിൾ ആണ്. അതായത് ഈ പലിശ നിങ്ങളുടെ മൊത്തം വാർഷിക വരുമാനത്തോട് കൂട്ടിച്ചേർത്ത് നിങ്ങൾ ഏത് ടാക്സ് സ്ലാബിലാണോ വരുന്നത് ആ നിരക്കിൽ നികുതി കൊടുക്കേണ്ടി വരും. ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന പലിശ നിശ്ചിത പരിധി കഴിഞ്ഞാൽ ബാങ്കുകൾ നിയമപ്രകാരം 10% TDS കട്ട് ചെയ്യും. എന്നാൽ നിങ്ങൾ 30% ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ FDയിൽ നിന്ന് ലഭിക്കുന്ന 7% പലിശയിൽ നിന്ന് നികുതി കുറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അവശേഷിക്കുന്നത് വെറും 4.9% മാത്രമായിരിക്കും. ഇത് നിലവിലെ പണപ്പെരുപ്പ നിരക്കിനേക്കാൾ വളരെ താഴെയാണ്. പലരും വിചാരിക്കുന്നത് FDയിൽ എത്ര വലിയ തുക ഇട്ടാലും അത് പൂർണ്ണമായും സുരക്ഷിതമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ബാങ്ക് തകരുകയോ പ്രതിസന്ധിയിലാവുകയോ ചെയ്താൽ നിയമപ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്ന മാക്സിമം ഇൻഷുറൻസ് പരിരക്ഷ അത് വെറും 5 ലക്ഷം രൂപ മാത്രമാണ്. കൂടാതെ അടിയന്തര ആവശ്യങ്ങൾക്ക് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് FD പിൻവലിച്ചാൽ ബാങ്ക് ചുമത്തുന്ന പെനാൽറ്റി കൂടിയാകുമ്പോൾ നിങ്ങളുടെ ലാഭം വീണ്ടും കുത്തനെ ഇടിയുന്നു. ഇതിനൊപ്പം തന്നെ RBI പലിശ നിരക്കുകളൊക്കെ തന്നെ കുറയ്ക്കുന്നതനുസരിച്ച് FD റിട്ടേൺസ് വർഷം തോറും കുറഞ്ഞു വരുന്ന പ്രതിഭാസവും അതായത് ഫോളിംഗ് ഇൻട്രസ്റ്റ് അതുകൂടി നമ്മളിവിടെ കാണേണ്ടതുണ്ട്. ബാങ്ക് FDയുടെ ഇതേ സുരക്ഷിതത്വം തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ പണപ്പെരുപ്പത്തെയും അതോടൊപ്പം തന്നെ നികുതിയെയും മറികടന്ന് ഉയർന്ന റിട്ടേൺസ് തരാൻ സാധിക്കുന്ന മികച്ചൊരു ബദൽ മാർഗമാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ എന്ന് പറയുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോഴും ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയില്ല. നമ്മൾ ബാങ്കിൽ FD ഇടുമ്പോൾ ബാങ്ക് ആ പണം വാങ്ങി വലിയ കമ്പനികൾക്കോ ഗവൺമെൻറ്റിനോ ഒക്കെ കടമായിട്ട് കൊടുക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന വലിയ പലിശയുടെ ഒരു ചെറിയ ഭാഗം മാത്രം നമുക്ക് തരികയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഡെറ്റ് ഫണ്ടുകൾ വഴി നിക്ഷേപിക്കുമ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ വഴി നേരിട്ട് ഗവൺമെൻറ്റിൻ്റെയോ വൻകിട കോർപ്പറേറ്റുകളുടെയൊക്കെ തന്നെ ബോണ്ടുകളിലും കടപ്പത്രങ്ങളിലുമാണ് പണം നിക്ഷേപിക്കുന്നത്. ഡെറ്റ് ഫണ്ടുകൾക്ക് ഉയർന്ന സുരക്ഷിതത്വം നൽകുന്ന ഒന്നാമത്തെ കാരണം അവർ നിങ്ങളുടെ പണം റിസ്ക് ഇല്ലാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഗിൽറ്റ് ബോണ്ടുകളിലാണ് നിക്ഷേപിക്കുന്നത് എന്നതാണ്. കാരണം ഗവൺമെൻറ് ഒരിക്കലും പണം തിരിച്ചു തരുന്നതിൽ ഡിഫോൾട്ട് വരുത്തില്ല. രണ്ടാമതായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം ഭദ്രതയുള്ളതുമായിട്ടുള്ള ഉയർന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള ടോപ്പ് കമ്പനികൾക്കാണ് ഈ ഫണ്ടുകളൊക്കെ തന്നെ പണം കടം കൊടുക്കുന്നത് എന്നതിനാൽ തന്നെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഇനി മൂന്നാമതായിട്ട് ഡെറ്റ് ഫണ്ടുകൾ നിങ്ങളുടെ പണം ഒരു കമ്പനിയിലോ ബോണ്ടിലോ മാത്രമല്ല നിക്ഷേപിക്കുന്നത്. പകരം നിങ്ങളുടെ പണത്തെ 100ഓളം വ്യത്യസ്ത സുരക്ഷിത ബോണ്ടുകളിലേക്ക് വീതിച്ചു നൽകുന്ന ഡൈവേഴ്സിഫിക്കേഷൻ രീതിയാണ് പിന്തുടരുന്നത്. ഒരൊറ്റ കൊട്ടയിൽ എല്ലാ മുട്ടകളും സൂക്ഷിച്ചാൽ അത് നിലത്ത് വീഴുമ്പോൾ മുഴുവൻ മുട്ടകളും പൊട്ടിപ്പോകും. എന്നാൽ 10 കൊട്ടകളിലായിട്ട് വീതിച്ചു വെച്ചാൽ ഒരു കൊട്ട വീണാലും ബാക്കി 90 മുട്ടകളും സുരക്ഷിതമായിരിക്കുന്നത് പോലെ ഡെറ്റ് ഫണ്ടുകൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഉയർന്ന സുരക്ഷ ഉറപ്പാക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും സമയപരിധികൾക്കും ഒക്കെ തന്നെ അനുസരിച്ച് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്ന പ്രധാനപ്പെട്ട 5 തരം ഡെറ്റ് ഫണ്ടുകൾ വിപണിയിൽ നിന്ന് ലഭ്യമാണ്. അവയിൽ ആദ്യത്തേത് വളരെ കുറഞ്ഞ കാലയളവുള്ള സുരക്ഷിത കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കുന്ന ലിക്വിഡ് ഫണ്ടുകളാണ്. ഇവ നിങ്ങളുടെ എമർജൻസി ആവശ്യങ്ങൾക്കുള്ള പണം മാറ്റിവെക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായതും അതോടൊപ്പം തന്നെ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ ഉയർന്ന അതായത് 6% മുതൽ 7% വരെ റിട്ടേൺസ് തരുന്നതുമാണ്. രണ്ടാമത്തേത് അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകളാണ്. ഇവ ലിക്വിഡ് ഫണ്ടുകളേക്കാൾ അല്പം കൂടി കൂടുതൽ റിട്ടേൺസ് തരുന്നതും 1 വർഷം വരെയുള്ള നിങ്ങളുടെ ഹ്രസ്വകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. ഇനി മൂന്നാമത്തെ വിഭാഗമായിട്ടുള്ള ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകൾ അത് 1 മുതൽ 3 വർഷം വരെയുള്ള കടപ്പത്രങ്ങളിലും മീഡിയം ഡ്യൂറേഷൻ ഫണ്ടുകൾ 3 മുതൽ 5 വർഷം വരെയുള്ള കടപ്പത്രങ്ങളിലുമാണ് നിക്ഷേപിക്കുന്നത്. ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകൾ 7 മുതൽ 8.5% വരെ റിട്ടേൺസ് തരുമ്പോൾ മീഡിയം ഡ്യൂറേഷൻ ഫണ്ടുകൾ 8.5 മുതൽ 10% വരെ ഉയർന്ന റിട്ടേൺസ് നൽകാനായിട്ട് പ്രാപ്തിയുള്ളവയാണ്. നാലാമത്തേത് കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകളാണ്. ഉയർന്ന സാമ്പത്തിക സ്ഥിരതയുള്ള വൻകിട കമ്പനികളുടെയൊക്കെ തന്നെ ബോണ്ടുകളിൽ മാത്രം നിക്ഷേപിക്കുന്ന ഇത്തരം ഫണ്ടുകൾ 2 മുതൽ 3 വർഷത്തെ നിക്ഷേപ ലക്ഷ്യമുള്ളവർക്ക് 7% മുതൽ 8% വരെ സുരക്ഷിതമായിട്ടുള്ള റിട്ടേൺസ് വാഗ്ദാനം ചെയ്യുന്നു. ഇനി അഞ്ചാമതായി വരുന്നത് തീരെ റിസ്ക് എടുക്കാനായിട്ട് ആഗ്രഹമില്ലാത്തവർക്ക് പൂർണ്ണമായും ഗവൺമെൻറ് സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്ന ഗിൽറ്റ് ഫണ്ടുകളാണ് ഉള്ളത്. ഇവ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ബാക്കപ്പ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായിട്ട് 6% മുതൽ 8% വരെ ലാഭം നൽകുന്നു. FDയും ഡെറ്റ് ഫണ്ടുകളും തമ്മിൽ ആഴത്തിൽ താരതമ്യം ചെയ്താൽ എപ്പോഴും ഡെറ്റ് ഫണ്ടുകൾ തന്നെയാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. കാരണം FDയിൽ നിന്ന് മാക്സിമം 6 മുതൽ 7% വരെ കിട്ടുമ്പോൾ ഡെറ്റ് ഫണ്ടുകളിൽ നിന്ന് 6 മുതൽ 10% വരെ റിട്ടേൺസ് നേടാൻ നമുക്ക് സാധിക്കും. ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യത്തിൽ FDക്ക് കൃത്യമായ ലോക്ക് ഇൻ പീരീഡ് ഉള്ളതുകൊണ്ട് മുൻകൂട്ടി ക്ലോസ് ചെയ്താൽ
പെനാൽറ്റി നൽകേണ്ടി വരുമ്പോൾ ഡെറ്റ് ഫണ്ടുകളിൽ ലോക്ക് ഇൻ പീരീഡ് ഇല്ലാത്തതിനാൽ തന്നെ നിക്ഷേപിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പെനാൽറ്റി കൂടാതെ പണം പിൻവലിക്കാം എന്നതാണ്. നികുതിയുടെ കാര്യത്തിൽ FD പലിശയ്ക്ക് എല്ലാ വർഷവും ടാക്സ് അടക്കേണ്ടി വരുമ്പോൾ ഡെറ്റ് ഫണ്ടുകളിൽ നിങ്ങൾ പണം വിഡ്രോ ചെയ്യുമ്പോൾ മാത്രമേ ടാക്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. ഇതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷനെ വളരെ ഫലപ്രദമായിട്ട് നേരിടാനായിട്ട് ഡെറ്റ് ഫണ്ടുകൾ സഹായിക്കുന്നു. ഇന്ന് ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഓൺലൈനായിട്ട് വാങ്ങുന്നത് പോലെ തന്നെ വളരെ ലളിതമായിട്ട് നിരവധിയായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. അവിടെ KYC ഒക്കെ പൂർത്തിയാക്കി നിങ്ങൾക്ക് ഡെറ്റ് ഫണ്ടുകളിലൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കാവുന്നതാണ്. FDയിലെ പോലെ ലക്ഷങ്ങളോ കോടികളോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിക്ഷേപിക്കാനായിട്ട് പറ്റുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. കയ്യിലുള്ള വലിയ തുക ഒരുമിച്ച് ലംസമായിട്ട് നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ മാസ ശമ്പളക്കാരൊക്കെ ആണെങ്കിൽ വെറും 100 രൂപ മുതലൊക്കെ ആരംഭിക്കാവുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ SIP വഴിയൊക്കെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കൃത്യമായിട്ടുള്ള തീയതിയിൽ അത് ഓട്ടോ ഡെബിറ്റ് സെറ്റ് ചെയ്ത് സ്ഥിരമായിട്ട് നിക്ഷേപിക്കുകയോ ചെയ്യാം. നിക്ഷേപം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്യുക, മുൻഗണന നിശ്ചയിക്കുക. എമർജൻസി, അതോടൊപ്പം തന്നെ ഷോർട്ട് ടേം, ലോങ് ടേം, ഒപ്പം കഴിഞ്ഞ 3 അല്ലെങ്കിൽ 5 വർഷത്തെ കൺസിസ്റ്റൻ്റ് പെർഫോമൻസ് വിലയിരുത്തി എപ്പോഴും ചാർജുകൾ കുറഞ്ഞ ഡയറക്റ്റ് പ്ലാൻ മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. FD പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നല്ല പറഞ്ഞത്. എന്നാൽ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ അത് വൈവിധ്യവൽക്കരിക്കാനായിട്ട് ഇത്തരം മികച്ച ഡെറ്റ് ഫണ്ടുകളെയും ഉപയോഗപ്പെടുത്തുക. എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.